നമസ്കാരം. കേരള പോലീസിലെ ഭക്തനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ADGP ആയ S. ശ്രീജിത്ത്. ഇപ്പോൾ ശബരിമലയുടെ ഉത്തരവാദിത്വത്തോടെ ശബരിമലയിൽ തങ്ങുകയാണ്. ഇതിനു മുമ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നു. ഈ ശ്രീജിത്തിന്റെ ഭക്തി എല്ലാവർക്കും അറിയാവുന്നതാണ്. 5-ാം വയസ്സ് മുതൽ മൂകാംബിക ദേവിയെ ഉപാസിക്കുന്ന ഭക്തനാണ് ശ്രീജിത്ത്. ഇപ്പോഴും എത്ര തിരക്കുണ്ടെങ്കിലും മാസത്തിലൊരിക്കൽ മൂകാംബിക അമ്മയെ കാണാൻ പോവാതിരിക്കില്ല. അതിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തനിക്ക് കരിയർ ഇല്ല എന്ന് ഉറക്കെ പറയുന്ന ആളാണ് ശ്രീജിത്ത്. പല ക്ഷേത്രങ്ങളിലും പല ചടങ്ങുകളിലും ഭക്തപ്രഭാഷകനായി ശ്രീജിത്ത് പോവാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം അദ്ദേഹത്തെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ പ്രഭാഷകനായി വിളിക്കുന്നു. അവിടെ വിദ്യാധരൻ മാസ്റ്റർക്ക് സ്വീകരണമൊരുക്കുന്ന ചടങ്ങ് കൂടിയായിരുന്നു. ആ ചടങ്ങിൽ ശ്രീജിത്ത് നടത്തിയ പ്രസംഗം സകലരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഭക്തിയെക്കുറിച്ചും യുക്തിയെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മാത്രമല്ല, സംഗീതത്തെക്കുറിച്ചും ശ്രീജിത്ത് വാതോരാതെ സംസാരിച്ചു. വിദ്യാധരൻ മാസ്റ്റർ പോലും വാവളിച്ചുപോയി ശ്രീജിത്തിന്റെ പ്രസംഗത്തിൽ. ഒട്ടേറെ ശ്ലോകങ്ങൾ ചൊല്ലി, കീർത്തനങ്ങൾ പാടി, വിദ്യാധരൻ മാസ്റ്ററുടെ പാട്ടുകൾ എണ്ണി എണ്ണി പറഞ്ഞ് അതിൻ്റെ രാഗങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് സകലരെയും ഞെട്ടിച്ചാണ് ശ്രീജിത്ത് പ്രസംഗം പൂർത്തിയാക്കിയത്. ഓരോ രാഗത്തിന് ഓരോ ഭാവങ്ങളുണ്ട്. ഈ സംഗീതജ്ഞൻ്റെ കയ്യിൽ, വിദ്യാധരൻ മാസ്റ്ററുടെ കയ്യിൽ ഏത് രാഗം കിട്ടിയാലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സംഗീത സംവിധായകനാണ്. ഞാനിപ്പോൾ ഈ പാട്ട് പാടിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഭാഗ്യശ്രീ എന്ന് പറയുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സാർ തെറ്റാണെങ്കിൽ അദ്ദേഹം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഭാഗ്യശ്രീ എന്ന് പറയുന്ന രാഗം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹരഹരപ്രിയയുടെ ജന്യരാഗമാണ്. ശരിയല്ലേ? ആണ്. ഹരഹരപ്രിയയുടെ ജന്യരാഗമായിട്ട് ഇത് ഭവിച്ചത് 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. കാരണം അതിന് മുമ്പ് ഈ രാഗമില്ല. ശരിയാണോ? പക്ഷേ ഇതാണ് ചന്ദനം മണക്കുന്ന പൂന്തോട്ടം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഭാഗ്യശ്രീ വേറെ ഏതൊക്കെ പാട്ടുകളുണ്ടായിരുന്നെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മാനസമൈനേ വരൂ, ഇത് ഭാഗ്യശ്രീയാ. മധുരം നുള്ളി തരൂ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് അനുരാഗം പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു രാഗമാണ്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം മോഹനം. സിമ്പിൾ, എല്ലാവർക്കും കേട്ടാൽ സന്തോഷമാണ്. വേറൊരു സാധനം അദ്ദേഹം വളരെ രസകരമായിട്ട് ചെയ്തൊരു സാധനമുണ്ട്. നമ്മുടെ എന്തായിരുന്നു അതിൻ്റെ പാട്ട്? ഞാൻ മറന്നുവല്ലോ. എഴുതാപ്പുറങ്ങളുണ്ട്. പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ, ഹംസധ്വനിയാണ്. വളരെ സന്തോഷം. അത് കഴിഞ്ഞ് അതിനകത്തൊരു സാധനം ചെയ്തിട്ടുണ്ട്. താലോലം പൈതൽ താലോലം. ഇതേമാതിരി സംഗതി എടുത്ത് മറച്ചു പിടിച്ച പീലു എന്ന് പറഞ്ഞ രാഗമാണ്. ശരിയല്ലേ? ശരിയല്ലേ പക്ഷേ അന്നാണ് പലർക്കും ശ്രീജിത്തിനെ പാട്ട് പാടാൻ അറിയാം എന്ന് തിരിച്ചറിഞ്ഞത്. അത്ഭുതകരമായ മറ്റൊന്നാണ് പിന്നീട് സംഭവിച്ചത്. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ തിരുവായൂർ ത്യാഗരാജ സംഗീതോത്സവത്തിലേക്ക് കച്ചേരി അവതരിപ്പിക്കാൻ ശ്രീജിത്തിന് ക്ഷണം കിട്ടുന്നു. ശ്രീജിത്ത് ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടേയില്ല. എന്നാൽ ചെറുപ്പം മുതൽ സംഗീതത്തോട് അദമ്യമായ അടുപ്പമുണ്ട്, ഇഷ്ടമുണ്ട്. സംഗീതം കൃത്യമായി മനസ്സിലാക്കും. ആ വെല്ലുവിളി ഏറ്റെടുത്ത് ശ്രീജിത്ത് തിരുവായൂർ സംഗീത കച്ചേരിക്ക് പോയി. അരമണിക്കൂർ നീണ്ട ആ കച്ചേരിക്ക് വലിയ സ്വീകരണമായിരുന്നു. ഇതോടുകൂടി ശ്രീജിത്തിന്റെ ഡേറ്റ് തേടി കേരളത്തിനകത്തും പുറത്തും ആളുകൾ ഇപ്പോൾ സംഗീത കച്ചേരിക്ക് വേണ്ടി മത്സരിക്കുകയാണ്. തിരുവായൂർ സംഗീതോത്സവത്തിലെ ശ്രീജിത്തിന്റെ സംഗീത കച്ചേരിയിലെ ചില ഭാഗങ്ങൾ കാണാം.
ഇതോടുകൂടി ADGP ശ്രീജിത്തിന് ക്ഷേത്രങ്ങളിലും സംഗീതോത്സവങ്ങളിലും സ്ഥിരം ക്ഷണമായി. ADGP എന്ന ഭാരിച്ച ഉത്തരവാദിത്വത്തിനിടയിൽ പോവുക സാധ്യമല്ലെങ്കിലും പ്രധാനപ്പെട്ടതൊന്നും ശ്രീജിത്ത് ഉപേക്ഷിക്കാറില്ല. ഗുരുവായൂരിൽ നടന്ന ചെമ്പൈ സംഗീതോത്സവത്തിൽ ശ്രീജിത്ത് നടത്തിയ സംഗീത കച്ചേരി സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. താളവും മേളവും ഒക്കെ ചേർത്ത് ശ്രീജിത്ത് അരമണിക്കൂറോളമാണ് കച്ചേരി ഒരുക്കിയത്. എന്തായാലും ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീജിത്തിന്റെ സംഗീത കച്ചേരിക്ക് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്നു എന്നതാണ് വാസ്തവം. ശാസ്ത്രീയ സംഗീതം ഒരിക്കലും പഠിക്കാതെ കൃത്യമായി സംഗീതോപാസകനായി മാറിയതിന്റെ പിന്നിൽ മൂകാംബികാദേവിയുടെ വരപ്രസാദമാണെന്നാണ് ശ്രീജിത്ത് വിശ്വസിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടി അലിഞ്ഞു ജീവിക്കുമ്പോൾ സ്വാഭാവികമായും സംഗീതവും എത്തുമെന്ന് ശ്രീജിത്ത് കരുതുന്നു. അതിനിടയിൽ സ്പോയിൽ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയും ശ്രീജിത്ത് പാട്ട് പാടിയിരുന്നു. എന്തായാലും കേരളത്തിനകത്തും പുറത്തും ശ്രീജിത്തിന്റെ സമയം തിരക്കി സംഗീതാസ്വാദകർ കാത്തിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും ശ്രീജിത്തിന് ഇപ്പോൾ ക്ഷണമുണ്ട്. ആറ്റുകാൽ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഒരു ദിവസം ശ്രീജിത്ത് സംഗീത കച്ചേരി അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത്. അതെ, കേരള പോലീസിലെ ഏറ്റവും മുതിർന്ന ഓഫീസർമാരിൽ ഒരാൾ ഇപ്പോൾ തിരക്കേറിയ ശാസ്ത്രീയ സംഗീതജ്ഞനായിരിക്കുന്നു.
ശ്രീജിത്തിന്റെ സംഗീതത്തിന് വേണ്ടി സംഗീത പ്രേമികൾ കാത്തിരിക്കുന്ന വിചിത്രമായ കാലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.